ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാൻ നമ്മെ ഏവരെയും ഒരുക്കിയ നല്ല നാഥന് പ്രഭാതവന്ദനം. ഒപ്പം കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മാനസാന്തരത്തിൻ്റെ കല്ല്. ഒരുപക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ മാനസാന്തരത്തിൻ്റെ കല്ലോ എന്ന് നമുക്കൊരു ചോദ്യമുണ്ടാകും. അതെ, മാനസാന്തരത്തിൻ്റെ കല്ല് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത്, അതിൻ്റെ വചനം നൽകിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് വൻ കാര്യങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുന്ന കാണാൻ സാധിക്കും. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ഇന്ന് ലോകവ്യാപകമായി എല്ലാ ക്രിസ്ത്യാനികളും പ്രസംഗിക്കുന്ന ഒരു വലിയ വിഷയമാണ് മാനസാന്തരം. മാനസാന്തരം മനം തിരിയുക എന്നുള്ളതാണ്. അതല്ല ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന കാര്യം, മനം തിരിയുക എന്നുള്ളത്. അതിന് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമുക്കൊരു മാനസാന്തരം നമുക്കുണ്ടാകുന്നത്. ആ പ്രക്രിയയിലൂടെയാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി ആഴമായി നമ്മുടെ മനസ്സിലാക്കുന്നത്. ഇവിടെ മെർക്കുറി പോലെയുള്ളതായ അടിസ്ഥാന ലോഹങ്ങളെ സ്വർണമോ വെള്ളിയോ ആക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു കാൽപ്പനിക വസ്തുവാണ് തത്വചിന്തകന്റെ കല്ല്. എത്ര നൂറുകണക്കിന് വർഷങ്ങളായി അമർത്യത കൈവരിക്കുവാൻ ആളുകളെ സഹായിക്കുന്നു കരുതുന്ന ഈ കല്ലിനായുള്ള തിരയലിനെ മാഗ്നം അല്ലെങ്കിൽ മഹത്തായ പ്രവൃത്തി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു മഹത്തായ പ്രവൃത്തി നമ്മൾ വേദപുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഈ വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു മഹത്തായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുക എന്നുള്ള അല്ലെങ്കിൽ മാനസാന്തരപ്പെടുത്തുക, അതൊരു മഹത്തായ പ്രവൃത്തിയാണ്. രൂപകൽപ്പന ചെയ്യുക. ഇവിടെ ദൈവത്തിൻ്റെ 10 കൽപ്പന വാസ്തവത്തിൽ മാനസാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മനുഷ്യഹൃദയത്തിന്റെ പരിവർത്തനത്തിന് ആവശ്യമായതും നിത്യജീവന്റെ ഉറവിടത്തിലേക്ക് നയിക്കുന്നതുമായ ഒരു കല്ലിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. അത് 10 കൽപ്പനകളാണ്. അപ്പൊ നമുക്കറിയാം, 10 കൽപ്പനയുടെ നമ്മുടെ പാപബോധം വരുത്തുന്നു, മാനസാന്തരത്തിലേക്ക് നമ്മളെ നടത്തുന്നു. അതാണ് മാനസാന്തരത്തിന്റെ കല്ല് എന്ന് പറയുന്നത്. കൽപ്പലകകളിൽ എഴുതിയതായ 10 കൽപ്പന. ഇത് നമ്മളെ ജഡികമായ അഭിലാഷങ്ങളെയും പാപമംഗലമായ ജീവിതത്തെയും എന്ത് ചെയ്യുന്നു? മാറ്റുരച്ചു നമ്മളെ ഒരു യഥാർത്ഥ ദൈവബദലായി മാറ്റുവാൻ തക്കണം സാധിക്കും. അപ്പോസ്തലനായ പൗലോസിനെ മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ പൗലോസിനെ പറഞ്ഞതെങ്കിലാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോവുകയാണ്. അപ്പൊ ലോക മനുഷ്യരായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇന്ന് മാനസാന്തരത്തിന്റെ ആ വലിയ പ്രവൃത്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ദൈവത്തിന്റെ 10 കൽപ്പനയെ നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം എന്നുള്ളതാണ്. കാരണം നിയമത്തിന് ഒരിക്കലും നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ 10 കൽപ്പനയാകും നിയമത്തിന് ഒരിക്കലും നമ്മളെ രക്ഷിക്കില്ല. പക്ഷേ അതിന് പാപം വെളിപ്പെടുത്തുവാൻ മാത്രമേ കഴിയുള്ളൂ. പാപം വെളിപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ 10 കൽപ്പന. അതുകൊണ്ട് വചനം പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ ആരും എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷെ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നു. അപ്പൊ പാപത്തിന്റെ പരിജ്ഞാനം 10 കൽപ്പന ലഭിക്കുമ്പോൾ അവന് പാപബോധം വരുന്നു. പാപബോധത്താൽ അവൻ എന്തിനു? ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ കല്ലാകുന്ന 10 കൽപ്പന കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ പാപത്തെ കഴുകുന്നു, അവനെ വെടിപ്പാക്കുന്നു, അവൻ യേശു ക്രിസ്തുവിന്റെ പൈതലായി മാറുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 3 വ്യക്തി നമുക്ക് എടുക്കാം. പാവി എടുക്കാം, 10 കൽപ്പന എടുക്കാം, യേശു ക്രിസ്തുവിനെ നമുക്ക് വയ്ക്കാം. ഇവിടെ കൽപ്പനയില്ലെങ്കിൽ പാവിയില്ല, പാവിയില്ലെങ്കിൽ ക്രിസ്തുവില്ല. അപ്പൊ എന്നാൽ ലോക മനുഷ്യരുടെ സകല അഭിപ്രായങ്ങളും കൽപ്പനകളും നീങ്ങി എന്നുള്ളതായ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ വേദപുസ്തകത്തിൽ പറയുന്നത്, എന്നെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു കല്ലുണ്ട്, അത് ദൈവത്തിന്റെ 10 കൽപ്പനയാണ്. ഈ കൽപ്പന ഇല്ലെങ്കിൽ മനുഷ്യൻ എന്ത് മാനസാന്തരം എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പൊ നിയമത്തിന് ഒരിക്കലും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല. അതിന് എന്ത് ചെയ്യാം? പാപം വെളിപ്പെടുത്തുവാൻ കഴിയുമെങ്കിലും പാപം നീക്കുവാൻ ചെയ്യാൻ കഴിയത്തില്ല. പാപം നീക്കാൻ കഴിയത്തില്ല. പകരം
നമ്മുടെ മുഖത്ത് അഴുക്ക് കാണിക്കുവാൻ കഴിയുന്ന കണ്ണാടി പോലെയാണ് ദൈവത്തിൻ്റെ 10 കൽപ്പന. ഇവിടെ ദൈവത്തിന്റെ ദാസനായ ദാവീദ് 19-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് എഴുതിയ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത്രമാത്രം ഭയങ്കരമാണ് ദൈവത്തിന്റെ കൽപ്പന. ഭയങ്കരം എന്ന് പറഞ്ഞാൽ നമ്മളെ വെടിപ്പാക്കുവാൻ, തികവുള്ളത്, പാപക്കറകളെ മാറ്റുവാൻ, മാനസാന്തരം നയിക്കുവാൻ 10 കൽപ്പന ഏറ്റവും വലുത് തന്നെയാണ്. ഇതിന് വിപരീതമായി മറ്റൊന്നും തന്നെയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നതും പ്രസംഗിക്കാൻ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയണമെങ്കിലും ദൈവത്തിൻ്റെ 10 കൽപ്പനയായ ന്യായപ്രമാണം ഒരിക്കലും പോയിട്ടില്ല. ഇത് മാനസാന്തരത്തിൻ്റെ ഒരു കല്ലാണ്. ഇതിലൂടെയാണ് യേശുക്രിസ്തുവിനെ അറിയുന്ന ഗുണം കഴിയുന്നത്. കാരണം കൽപ്പന നീങ്ങിപ്പോയെങ്കിൽ പിന്നെ പാവിയില്ലെങ്കിൽ അവനെ രക്ഷിപ്പാൻ ക്രിസ്തുവിൻ്റെ ആവശ്യമില്ലാതെ വരുന്നു. എന്നാൽ ന്യായപ്രമാണം എന്ന കല്ലുണ്ടെങ്കിൽ, കൽപ്പനയുണ്ടെങ്കിൽ ഭാവിയുണ്ടെങ്കിൽ അവനെ രക്ഷിപ്പാൻ ക്രിസ്തു വലതുഭാഗം നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സ്നേഹിത, ഇത് മനസ്സിലാക്കുവാൻ എളുപ്പ വഴിയല്ലേ? ഇത് നമ്മൾ ആരുടെ അഭിപ്രായത്തിന് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നിനക്കൊരു മാനസാന്തരന്റെ കല്ല് ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണമാണ്. അതുകൊണ്ട് മാനസാന്തരന്റെ ഒരു ശാഖയായ ദൈവത്തിന്റെ നിയമം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മുടെ ചിന്താവിഷയം. ആ ന്യായപ്രമാണത്തിലൂടെ ജീവിക്കുന്ന, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് സ്വർഗത്തിലും എത്തിച്ചേരും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷ്യം കൊണ്ട് ആവശ്യം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു മാനസാന്തരം 10 കൽപ്പനയാകുന്ന ആ കല്ലുകൊണ്ട് നമുക്ക് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാം. അതിലൂടെ നമുക്ക് ലോകത്ത് സാക്ഷിയായി തീരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമേറിയ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ച ചിന്തയ്ക്കായി ദൈവത്തിന് സ്തോത്രം. മാനസാന്തരത്തിന്റെ കല്ല്, ദൈവത്തിൻ്റെ കരം കൊണ്ട് എഴുതപ്പെട്ടതായ ആ കൽപ്പലകൾ എഴുതപ്പെട്ടതായ ആ കല്ലുകളായ ആ മാനസാന്തരത്തിന്റെ കല്ലാകുന്ന ന്യായപ്രമാണം മനുഷ്യന് അതേ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഇതൊരു മാനസാന്തര കല്ലായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കണം. പാപം അധർമ്മം തന്നെ, അധർമ്മത്തിൽ നിന്ന് വിടുവിപ്പാൻ ഈ മാനസാന്തര കല്ലാകുന്ന 10 കൽപ്പന ദൈവമേ ലോക മനുഷ്യന്റെ മേല് അത് വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ പ്രേക്ഷകരായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കണം. പ്രയാസങ്ങളാലോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളല്ലോ ആണ് ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ അവരുടെ മേൽ യേശുവിൻ്റെ കരം വെച്ച് അവരെ സൗഖ്യമാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.